വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്, ഈ വിശുദ്ധൻ ഒരു ആശ്രമത്തിലെ തൂപ്പുകാരനായ വിശുദ്ധനാ. കറുത്ത വർഗക്കാരുടെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധന. എന്നാൽ ഈ വിശുദ്ധന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ കർത്താവിനുള്ള വിശ്വസ്തയും എളിമപ്പെടലും ഉണ്ടായിരുന്നു. അവരിൽ അഗ്നി ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. അപ്പനെ ഉപേക്ഷിച്ചവനായിരുന്നു, എല്ലാവരെക്കാളും വെറുക്കപ്പെട്ടവനായിരുന്നു. ഈ അഗ്നി ഉള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ചലനം അവനിലുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അവനിലൂടെ അവിടെ നോക്കി അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ മെത്രാന്റെ രോഗസൗഖ്യം. ഈ മാർട്ടിൻ ഡി പോറസ് മരിച്ചു കഴിഞ്ഞപ്പം അവന്റെ ശവമഞ്ച തുടർന്ന് പിടിച്ചതാരാണ്? 2 കർദിനാൾമാര്, 2 ആർച്ച് ബിഷപ്പ്, അവിടുത്തെ വൈസ്രോയി. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അപ്പനെ ഉപേക്ഷിച്ചവൻ. അതുപോലെ തന്നെ കറുത്ത വർഗം എന്ന പേര്, മുദ്ര കുത്തിയതിന്റെ പേര് അവൻ ഒത്തിരിയേറെ വിഷമങ്ങൾ ഏൽക്കേണ്ടി വന്നവൻ. പക്ഷെ കർത്താവ് അവനെ കൈവിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏലിയ പ്രവാചകൻ ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഏലിയ ഒരു മൃദുല സ്വരം കേൾക്കുക. ഏലിയ, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ സമയത്ത് ഏലിയ പറയുകയാണ്, ഏലിയ, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ പറയുക, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ 1 മണിക്കൂർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീ ഉണ്ടാവട്ടെ. ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ഓരോ മക്കൾക്കും അവിടുന്ന് ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഏലിയ പ്രവാചകൻ നമുക്ക് പറയുന്നുണ്ട്, അവൻ എന്താ ചെയ്തത്? ഈ പ്രവാചകൻ എന്താ ചെയ്തതാ? ഇതാ അവൻ മലമുകളിലേക്ക് കയറി 2 തകർന്നു കിടന്ന ബലിപീഠത്തെ അവൻ പടുത്തുയർത്തി. 3 ബലിമൃഗത്തെ അവൻ വെട്ടിയൊരുക്കി. 4 ആ ബലിപീഠത്തിൽ അവൻ വെള്ളമൊഴിച്ചു. 5 അവൻ പ്രാർത്ഥിച്ചു. 6 അവിടെ ഇതാ അഗ്നി ഇറങ്ങി വന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, അഗ്നി ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാ അവിടെ അഗ്നി ഇറങ്ങി വന്നേ? 1, അവൻ താഴ്വരയിൽ നിന്ന് മലമുകളിലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക എന്താ മലമുകൾ എന്ന് പറയുന്നത്. അത് ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമാണ് മലമുകൾ. താഴ്വര ബൈബിൾ നമുക്ക് പറഞ്ഞു തരിക അത് പാപത്തിന്റെ സ്ഥലമാണ്, ലോകത്തിന്റെ സ്ഥലമാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ഏലിയ പ്രവാചകൻ കയറി മലമുകളിലേക്ക് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അവിടുന്ന് ഉയർന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. നിങ്ങളോട് ചോദിക്കട്ടെ, മോശ ഏത് മലയിൽ വെച്ചാണ് 10 കൽപ്പനകൾ സ്വീകരിച്ച്? സീനായ് മലയിൽ വെച്ച്. 2 കണ്ടിട്ട് മലയിൽ വെച്ച്. 2 യേശു രൂപാന്തരപ്പെട്ടത് ഏത് മലയിൽ വെച്ചാണ്? അബ്രാഹം തന്റെ പുത്രൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി ഏത് മലയിലേക്കാ പോയേ? ഏത്? മോറിയ മല. കണ്ടോ പ്രിയപ്പെട്ടവരെ, ബൈബിളില് മലമുകൾ എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലമാണ് എന്ന് തിരിച്ചറിയാം. നമ്മളോട് ഇന്ന് പറയുക, നിന്റെ താഴ്വരകളിൽ നിന്ന് നീ ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലങ്ങളിലേക്ക് നീ നടക്കണം. താഴ്വര പാപത്തിന്റെ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നീ നടക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. 2ാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ, 2ാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് ഏലിയ പ്രവാചകൻ ചെയ്ത തകർന്നു കിടന്ന ബലിപീഠത്തെ പടുത്തുയർത്തി. തകർന്നു കിടന്ന ബലിപീഠത്തെ പടുത്തുയർത്തി. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ചില ദൈവം പ്രവർത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. തകർന്നു കിടക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്നോട് പറയാ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ദൈവത്തിന്റെ അഭിഷേകം അദ്ദേഹത്തിന് കിട്ടാത്തത് പോലെ. അതിന് അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദേഷ്യം എന്ന് പറയുന്ന സ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദേഷ്യമുള്ളത് കൊണ്ട് ദൈവത്തിന് അവന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല.
ഇതുപോലത്തെ ചില വ്യക്തികൾ ചില രഹസ്യ പാപങ്ങളാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. നീ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു, അതുപോലെ തന്നെ നീ കുരിശിന് വഴി ചെല്ലുന്നു, പല കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ചില നിന്റെ വികട സ്വഭാവങ്ങൾ, ചില പാപങ്ങൾ. ഇത് നീ പറയാൻ തയ്യാറായി, ഉപേക്ഷിക്കാൻ തയ്യാറായി നിന്റെ ജീവിതത്തിന്റെ ബലിപീഠങ്ങളെ പടുത്തുയർത്തിയാലാണ് ദൈവത്തിന് അവിടെ നിന്റെ മേൽ അഗ്നി ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, അവൻ ബലിമൃഗത്തെ വെട്ടി ബലിപീഠത്തിൽ വെച്ചു. ബലിമൃഗത്തെ വെട്ടി ബലിപീഠത്തിൽ വെച്ചു. ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു, പഴയ നിയമത്തിൽ മൃഗമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അത് ജഡമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയണം, അവൻ ഒരുപാട് തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ട ഓരോ ദിവസവും ഓരോ നിമിഷവും. ഒന്നാമത്തെ, എനിക്ക് ക്രിസ്തുവിനെ വേണോ അതോ ജഡത്തെ വേണോ? നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞ് നമുക്കറിയാം ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഇന്ന് നമുക്കിത് ഒത്തിരിയേറെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. നമ്മൾ ഈ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുമ്പിലേക്ക് പലതും ചാടിക്കൊണ്ടിരിക്കുക. ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ചാടിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എന്റെ കണ്ണുകൾ ഈ ബലിമൃഗത്തെ അപ്പതേ പാപത്തിലേക്ക് നയിക്കുന്ന ആ ബലിമൃഗത്തെ ഞാൻ വെട്ടണം, വെട്ടി ആ ബലിപീഠത്തിൽ വെക്കണം. ഒരു വ്യക്തി ഉപദ്രവിക്കാൻ എന്റെ കൈകൾക്ക് ഉയരുന്നുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിലെ ബലിമൃഗ, അതിന് വെട്ടണം. ഒരുപക്ഷെ എന്റെ ഉള്ളിലെ ചിന്തകൾ അതിനെ വെട്ടാൻ തയ്യാറാവണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, 12 ശിഷ്യന്മാരിൽ യഥാർത്ഥത്തിൽ ഒരു നൽമരണം കിട്ടിയ ശിഷ്യൻ ആരാ? അപ്പോസ്തലന്മാരിലെ യോഹന്നാൻ സ്ലീഹ മാത്രം. യോഹന്നാൻ സ്ലീഹയെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. ബൈബിൾ പണ്ഡിതന്മാര് പറഞ്ഞു, യോഹന്നാൻ സ്ലീഹയ്ക്ക് 90 വയസ്സൊക്കെ ആയി കഴിയുമ്പോ ഈ പാർക്കിൻസൺസ് ഒക്കെ ബാധിച്ച് ഇങ്ങനെ കൈയും കാലൊക്കെ ഇങ്ങനെ വിറക്കിയ. എന്നിരുന്നാൽ എല്ലാ ദിവസവും അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ യോഹന്നാൻ സ്ലീഹായെ തന്റെ ശിഷ്യന്മാര് പല്ലക്കെ ചുമന്ന് കുർബാനയ്ക്കായി കൊണ്ടുവരും. ഈ സമയത്ത് സുവിശേഷ വായന കഴിയുമ്പോൾ യോഹന്നാൻ സ്ലീഹ വചന പ്രഘോഷണം നടത്തും, ബൈബിൾ പ്രസംഗിക്കും. എന്താ യോഹന്നാൻ സ്ലീഹ ഒരു വചനം മാത്രമാണ് ആ സമയത്ത് പറഞ്ഞത്, ഒരു വചനം. അത് ഏതായിരിക്കും വചനം? ദൈവം സ്നേഹമാകുന്നു. ഒരു വാക്കാ പറഞ്ഞുള്ളൂ, ദൈവ സ്നേഹമാകുന്നു. കേൾക്കണോ? ദൈവ സ്നേഹമാകുന്നു, ഈ ഒരു വാക്കാ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴത്തേരും ആ പള്ളി നിറയെ അങ്ങോട്ട് ഭയങ്കര അഭിഷേക പരിശുദ്ധാത്മാവിന്റെ നിറവാ അവിടെ സംഭവിക്കുന്നേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ നോക്ക്, ബലിമൃഗത്തെ നമ്മൾ വെട്ടിയൊരുക്കണം. നാലാമത് നമുക്ക് പറഞ്ഞു തരികയാണ്, ബലിപീഠത്തിൽ വെള്ളമൊഴിച്ച് അതിന് 2 എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് അച്ഛൻ സമയക്കുറവുകൊണ്ട് പിന്നീട് അച്ഛൻ പറയുന്നതായിരിക്കും. എന്നിട്ട് അതിനുശേഷം ഏലിയ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അഗ്നി ഇറങ്ങി വന്നേ. നമ്മളെന്താ ചെയ്യുന്നേ? ആദ്യം പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മുടെ ചില പാപങ്ങളുണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്, ഇതൊന്നും മാറ്റാൻ നമ്മൾ തയ്യാറാവുന്നില്ല. ആദ്യം നമുക്ക് ആകെ പ്രാർത്ഥനയും അഗ്നി ഇറങ്ങാൻ വേണ്ടി അവസാനത്തെ കാര്യം നമ്മൾ ആദ്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളെല്ലാം വെട്ടിയൊരുക്കിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചാല ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുക. ഇതാ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തില് ഷിക്കാഗോയിൽ ധ്യാനം നടന്നപ്പോ ആ ധ്യാനത്തിൽ പങ്കെടുത്ത കുടുംബം ഈ ധ്യാനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നോക്കിക്കഴിഞ്ഞപ്പോ കാണാൻ സാധിച്ചു, കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അമ്മയിരുന്ന് ഭാഷാപരത്തിൽ ഭയങ്കര സ്തുതിപ്പോ ഹല്ലേലൂയ 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 അതൊക്കെ പറഞ്ഞു. ഇത് കണ്ടിട്ട് അപ്പൻ ചോദിച്ചു, മോളെ വാട്ട് ഹാപ്പൻ ടു ഡാഡ്? അപ്പം അല്ല, വാട്ട് ഹാപ്പൻ ടു മാം? ഈ അപ്പൻ ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞു, oh, our mom received the Holy Spirit. That is why she is talking to the Holy Spirit. That is why she is doing
ഹല്ലേലൂയ, 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 all these things she are doing. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അതൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഭർത്താവിന് വലിയ സന്തോഷമായി. എനിക്ക് ഹോളി സ്പിരിറ്റ് കിട്ടിയില്ല, എന്റെ ഭാര്യയ്ക്കെങ്കിലും കിട്ടിയില്ലോ, അതിൽ സന്തോഷിക്കുന്നു. അന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഭാര്യ മനോഹരമായ ഭർത്താവിന് വിനയത്തോടുകൂടെ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. എന്തൊരു സ്നേഹവും പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഹോളി സ്പിരിറ്റ് കിട്ടിയതിനെ ഓർത്ത് ഭർത്താവ് സന്തോഷിച്ചു, എനിക്ക് കിട്ടിയില്ലേ, എന്റെ ഭാര്യയ്ക്ക് കിട്ടിയല്ലോ. പിറ്റേ ദിവസം അവര് ഒരു വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോകാന്നൊരു തീരുമാനം, 5 മണിക്ക് പോകാന്നൊക്കെ വിചാരിച്ച് അവര് എല്ലാം റെഡി ആയിട്ട് ഭർത്താവ് രാവിലെ പോകുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, 5 മണിക്ക് ഭാര്യയെല്ലാം ഒരുക്കവും കഴിഞ്ഞിരിക്കുക. അത് കുറെ സമയം കഴിഞ്ഞിട്ടും 5 മണി കഴിഞ്ഞിട്ടും ഭർത്താവിനെ കാണാം, 6 മണിയും കഴിഞ്ഞിട്ടും കാണാനില്ല. ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായി. ഒരു 6:30 ആയപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരലും ഈ ഭാര്യ വായിലുള്ള ബല എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഭാര്യ ബലബല. അപ്പൊ ഈ ഭർത്താവ് കാറിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിലും ഇന്നലെ അവള് ഭാഷാവർത്തി സ്തുതിച്ച ഇന്ന് അവൾ എന്ത് സ്തുതി നടത്തിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അവിടെ ഇതിന്റെ മുമ്പിൽ എന്താ പറയാ, മൗനമായി നിന്ന ഭർത്താവിനാണോ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ പറയുന്ന ഭാര്യയ്ക്കാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ്? നമ്മൾ ഉത്തരം പറയണ്ട കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഭാഷാവരം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, സ്വർഗത്തിൽ പോകും. പക്ഷെ സ്നേഹിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്ന് നമ്മൾ തിരിച്ചു. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? ഭാഷാവരം കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്വർഗത്തിൽ പോകും. പക്ഷെ പ്രിയപ്പെട്ടവർ, സ്നേഹിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവർ, സ്നേഹാണ് സർവോത്കൃഷ്ടം. ഏലിയ പ്രവാചകൻ തകർന്നു കിടന്ന ബലിപീഠത്തെ പടുത്തുയർത്തി. ഈ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിൽ തകർന്നു കിടന്ന ബലിപീഠങ്ങളുണ്ട്. ഈ ബലിപീഠങ്ങളെ ഏതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്? ആ ബലിപീഠങ്ങളെ നമുക്കൊന്ന് ആ ബലിപീഠങ്ങൾ ഏതൊക്കെയാ? അത് ആ ബലിപീഠത്തിലേക്ക് വെച്ചു കൊടുക്കുക. ചില ദേഷ്യ സ്വഭാവം, മാർക്കിടമുഷ്ടി, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ഇന്റർനെറ്റ് പറഞ്ഞ പാപത്തിലേക്ക് പോകുന്ന സ്വഭാവം, ഫോൺ എടുത്തു കഴിഞ്ഞ് ഗോസിപ്പും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന സ്വഭാവം, അസൂയ, അഹങ്കാരം, ഏതൊക്കെ ആ ബലിപീഠത്തിലേക്ക് വെച്ചിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അഗ്നി ഇറങ്ങി വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ആദ്യം ഇങ്ങനെയുള്ള മേഖലകളെ നാം വെട്ടിയൊരുക്കിയതിനു ശേഷം വേണം നമ്മുടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കരമുയർത്താൻ. ഏലിയ പറഞ്ഞു, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് ഈ സമയം നമുക്ക് സാധിക്കുന്ന മക്കളെല്ലാം മുട്ടുകൾ കുത്തി നിന്ന് കരങ്ങളെ ജപമാല എടുത്ത് പിടിച്ച് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങളുടെ രാത്രിയാ, കർത്താവ് ഇറങ്ങി വരുന്ന രാത്രിയാ. കർത്താവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടെ തീഷ്ണതയോടുകൂടെ ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.